ഓക്കെ, ഹായ് ഓൾ. നമ്മളിന്ന് ന്യൂറോ അനാട്ടമിയാണ് പഠിക്കാൻ പോകുന്നത്. പലപ്പോഴും പല ആളുകളും പറഞ്ഞു കേൾക്കാറുണ്ട് ഭയങ്കര ടഫാണ് ന്യൂറോ അനാട്ടമി പഠിക്കാൻ, ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം. ശരിക്കും നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ആദ്യം ആ വ്യക്തിയെക്കുറിച്ച് മുൻധാരണയോട് കൂടി ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ നമുക്കെപ്പോഴും അയാൾ അങ്ങനെ ആയിരിക്കും. സോ ഇത് തന്നെയാണ് നമുക്ക് ന്യൂറോ അനാട്ടമിയെ കുറിച്ചുള്ള അപ്രോച്ചും. ആദ്യം തന്നെ കേൾക്കുന്നത് ഭയമാണ്, ന്യൂറോ അനാട്ടമി പറഞ്ഞാൽ ഭയങ്കര ടഫാണ്, ഡിഫിക്കൽട്ടാണ്. അങ്ങനെയൊന്നുമല്ല, ഈസിലി പഠിക്കാൻ പറ്റും. നമ്മളിപ്പോൾ മസിൽ അനാട്ടമി ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങി. 600 മസിൽസിൻ്റെ ഒറിജിൻ, ഇൻസേഷൻ, ആക്ഷൻ, നെർവ് സപ്ലൈ, ബ്ലഡ് സപ്ലൈ, അപ്ലൈഡ് അനാട്ടമി, ഇതെല്ലാം പഠിക്കാൻ നിങ്ങൾക്ക് ന്യൂറോ അനാട്ടമി പഠിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. സോ നമുക്ക് വളരെ സിമ്പിളായ കുറച്ച് അപ്രോച്ചസ് നമുക്ക് നോക്കി നോക്കാം എന്താണ് ന്യൂറോ അനാട്ടമി എന്നുള്ള കാര്യം. സോ ഫസ്റ്റ് നമുക്ക് സ്പൈനൽ കോഡിലേക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്പൈനൽ കോഡ് ആൻഡ് നെർവസ് സിസ്റ്റം. ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം എടുക്കാം. ആ ഇൻട്രൊഡക്ഷൻ മനസ്സിലായതിനു ശേഷം പതിയെ നമുക്ക് ബ്രെയിനിലേക്ക് പോവാം, കംപ്ലീറ്റ് ന്യൂറോ അനാട്ടമി പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി പേഷ്യൻസ് വന്ന് ന്യൂറോ കേസസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കൃത്യമായിട്ടത് പഠിക്കാനും കൃത്യമായിട്ട് അത്രയും കേസസിനെ അപ്രോച്ച് ചെയ്യാനും നല്ല റിസൾട്ട് ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഇപ്പോൾ സാധാരണ ഇപ്പോൾ സ്പൈനൽ കോഡ് പേഷ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് എല്ലാവരും പറയാറുണ്ട് ഡിഫിക്കൽട്ടാണ് ട്രീറ്റ് ചെയ്യാൻ. ഇപ്പോൾ പല ആളുകളും പറയാം അവരുടെ ജീവിതം ഇനി ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ സ്പൈനൽ കോഡിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. എന്നാൽ മാത്രം നമുക്ക് സ്പൈനൽ കോഡ് ട്രീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂറോ കേസാണെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ന്യൂറോ അനാട്ടമിയുടെ ഒരു നോളജ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്പൈനൽ കോഡിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം സ്പൈനൽ കോഡ് ബ്രെയിനും കൂടി ചേർന്നിട്ടാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ടാകുന്നത്. ബ്രെയിനും സ്പൈനൽ കോഡ് ചേർന്നിട്ടാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ടാകുന്നത്. ബ്രെയിൻ ഇല്ലെങ്കിൽ ആ നെർവസ് സിസ്റ്റത്തിന് പറയുന്ന പേര് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നാണ്. സോ ഫസ്റ്റ് കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Brain plus spinal cord is called as central nervous system, right? Brain plus spinal cord is called central nervous system. ബ്രെയിൻ ഇല്ലാതെ നെർവസ് സിസ്റ്റത്തിന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ആ കാര്യം നമുക്ക് വ്യക്തതയായി. ഇനി ഈ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ പെരിഫറൽ ഡിവിഷനും സെൻട്രൽ ഡിവിഷനും തമ്മിൽ കണക്ട് ചെയ്യുന്നത് ലോട്ട്സ് ഓഫ് എഫറൻറ്റ് ആൻഡ് ഇഫറൻറ്റ് നെർവ് ഫൈബേഴ്സ് ഉണ്ട്. മുകളിലേക്ക് പോകുന്നതും താഴേക്ക് വരുന്നതുമായിട്ടുള്ള ഒരുപാട് എഫറൻറ്റ് ആൻഡ് ഇഫറൻറ്റ് നെർവ് ഫൈബേഴ്സ് ചേർന്നിട്ടാണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനും പെരിഫറൽ നെർവസ് സിസ്റ്റം ഡിവിഷൻസിനും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? സോ ഇനി സ്പൈനൽ കോഡിലേക്ക് തന്നെ വരാം. സ്പൈനൽ കോഡ് നമുക്കറിയാം ഫൊറാമിന മാഗ്നം, സ്കള്ളിൽ താഴേക്ക് വരുന്ന ഒരു ഹോളുണ്ട്. ആ ഹോളിന് പറയുന്ന പേരാണ് നമ്മൾ ഫൊറാമിന മാഗ്നം. ഫൊറാമിന മാഗ്നം മുതൽ വെർട്ടിബിൾ കോളം വഴി ആണ് നമുക്ക് സ്പൈനൽ കോഡ് കാണാം. സോ യു കൻ സീ ദാറ്റ് ഫ്രം ഫൊറാമിന മാഗ്നം ടു ദ എൻറ്റയർ ലെങ്ത് ഓഫ് സ്പൈനൽ വെർട്ടിബിൾ കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പൈനൽ കോഡിനെ കാണാൻ പറ്റും. ഗോട്ട് ഇറ്റ്? സോ ഫ്രം ഹിയർ ടു ഹിയർ നമ്മളെന്താ പറയുക? സ്പൈനൽ കോഡ് എന്ന് പറയും. വളരെ ഫ്രജൈലായിട്ടുള്ള സ്ട്രക്ചറാണ് സ്പൈനൽ കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബോണി കനാലിനെ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതിന് സറൗണ്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറഞ്ഞ പേരാണ് മെനിഞ്ചൽ ലെയർ. ഓക്കെ, ഈ മെനിഞ്ചൽ ലെയറിന് ബ്രെയിനും കവർ ചെയ്യുന്നുണ്ട്. അതേ കവർ കണ്ടിന്യൂ ആയിട്ട് താഴെ വന്നിട്ട് അത് സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്നുണ്ട് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദ സ്പൈനൽ കോഡ് ആൻഡ് ബ്രെയിൻ വിത്തിൻ ദ ബോണി ഏരിയ. ഇപ്പോൾ സ്കള്ളിലാണെങ്കിലും വെർട്ടിബിൾ കോളത്തിലാണെങ്കിലും ബ്രെയിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന കവറിങ്സിനെ പറയുന്ന അല്ലെങ്കിൽ അതിനെ സറൗണ്ട് ചെയ്യുന്ന കവറിങ്സിനെ പറയുന്ന പേരാണ് മെനിഞ്ചൽ ലെയർ. ഗോട്ട് ഇറ്റ്? സോ ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ സ്പൈനൽ കോഡ്, ഐ തിങ്ക് യു ക്യാൻ സീ ദിസ് വൺ. സോ കൺസിഡർ ദിസ് ട്യൂബ് ഇസ് എ സ്പൈനൽ കോഡ്. യു ക്യാൻ സീ ദ സ്പൈനൽ കോഡ് ട്യൂബ്, റൈറ്റ്? ദിസ് ഇസ് എ ട്യൂബ് ആൻഡ് ഇസ് കവേർഡ് ബൈ എ ലെയർ വാട്ട് വി കോൾ ഇറ്റ് ആസ് മെനിഞ്ചൽ ലെയർ. ഓക്കെ, ഈ ട്യൂബിനെ നിങ്ങൾക്ക് ഈ ട്യൂബ് കാണുന്നുണ്ടാവും വിചാരിക്കുന്നു. ഈ ട്യൂബിനെ കവറപ്പ് ചെയ്യുന്ന ഈ ഗ്രീൻ കളർ, കളർ ഗ്രീൻ അല്ല, ഈ ഗ്രീൻ കളർ ലെയറിനെ നമ്മൾ പറയാം മെനിഞ്ചൽ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ മെനിഞ്ചൽ ലെയർ കട്ട് ചെയ്ത് ഉണ്ടാക്കണം. ഏറ്റവും ഈ മെനിഞ്ചൽ ലെയറിലേക്ക് പോകുമ്പോൾ അതിന് 3 ലെയേഴ്സ് എന്ന് പറയാം. ഈ മെനിഞ്ചൽ കവറിങ്സിന് 3 ലെയേഴ്സാണുള്ളത്. ഫസ്റ്റ് ലെയർ നമ്മൾ പറയുന്നത് ഡ്യൂറാ മാറ്റർ എന്നാണ്. രണ്ടാമത്തെ ലെയർ നമ്മൾ പറയുന്നത് അരക്കനോയിഡ് മാറ്റർ എന്നാണ്. മൂന്നാമത്തെ ലെയർ നമ്മൾ പറയുന്നത് പിയ മാറ്റർ എന്നാണ്. ഓക്കെ, സോ സ്പൈനൽ കോഡിനെ കവർ ചെയ്യുന്ന ലെയറിന് നമ്മൾ മെനിഞ്ചൽ ലെയർ എന്ന് പറയും. ഈ മെനിഞ്ചൽ ലെയറിന് 3 ഡിവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് ലെയറിന് ഔട്ടർ ലെയർ നമ്മൾ ഡ്യൂറാ മാറ്റർ എന്ന് പറയും. രണ്ടാമത്തെ ലെയർ നമ്മൾ പറയുന്ന പേര് അരക്കനോയിഡ് മാറ്റർ എന്നും മൂന്നാമത്തെ ലെയർ നമ്മൾ പറയുന്ന പേര് പിയ മാറ്റർ എന്നാണ്. ഗോട്ട് ഇറ്റ്? നൗ വി മൂവിങ് ടു ഫസ്റ്റ് വൺ. ഈ ഡ്യൂറാ മാറ്റർ ആണ് ഡ്യൂറൽ സാക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, നെവർ ഫോർഗെറ്റ് ദാറ്റ് വൺ. ഡ്യൂറാ മാറ്റർ ആണ് ഡ്യൂറൽ സാക്ക് ഫോം ചെയ്യുന്നത്. നമ്മൾ പോസ്റ്റീരിയർലി ഈ സ്ട്രക്ചേഴ്സിനൊന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിസെക്ട് ചെയ്ത് നോക്കാം. നമുക്കറിയാം കണ്ണിങ്ങാംസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസെക്ഷൻ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഹ്യൂമൻ അനാട്ടമി അല്ലെങ്കിൽ കെഡാവർ ഉണ്ടാവും. ഹ്യൂമൻ ബോഡി ഡിസെക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ the spinal cord, you can see that this is the way. I hope you can understand this very easily.
നമ്മൾ ഡിസെക്ഷൻ സമയത്ത് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വെച്ചുള്ളൂ. ഇത്ര വലുപ്പമൊന്നും ഒരിക്കലും മെനിഞ്ചൽ ലെയറിന് ഉണ്ടാവില്ല. ഓൺലി ഫോർ സ്റ്റഡി പർപ്പസ്. ഓക്കെ, നമുക്കിപ്പോൾ വേർട്ടിബിൾ കോളത്തിനുള്ളിൽ നിന്ന് നമ്മൾ സ്പൈനൽ കോഡിന് പുറത്തെടുക്കുകയാണെങ്കിൽ അത് നമ്മൾ പോസിറ്റീവിൽ ഡിസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ സോ ലൈക്ക് ദിസ് നമ്മൾ ഡിസെക്റ്റ് ചെയ്യാൻ ചെയ്യുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ നമ്മൾ എന്താ പറയുന്നത്? ഡ്യൂറാ മാറ്റർ. സോ ദിസ് ഈസ് എ ഡ്യൂറാ മാറ്റർ. നൗ യു അണ്ടർസ്റ്റുഡ് ദിസ് ഈസ് എ ഡ്യൂറാ മാറ്റർ. ഡ്യൂറാ മാറ്റർ ആണ് ഡ്യൂറൽ സാക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂറൽ സാക്കിന് ഇമ്പോർട്ടൻസ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വിശദീകരിച്ച് പറഞ്ഞുതരാം. ഡ്യൂറാ മാറ്റർ ആണ് ഡ്യൂറൽ സാക്ക് ഫോം ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് എ ഫസ്റ്റ് ലെയർ. നൗ ഈ ഡ്യൂറാ മാറ്റർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാറ്റർ കാണാം. ദിസ് ഈസ് എ അരക്കനോഡ് മാറ്റർ. ഓക്കെ, അരക്കനോഡ് മാറ്റർ എന്നാണ് ഇതിന് പറയാം. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ നമ്മൾ കണ്ടു കഴിഞ്ഞു അരക്കനോഡ് മാറ്റർ. ഇനി നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഡെവലപ്പിംഗ് ടൈമിൽ ഇത് ഡെവലപ്പിംഗ് ലൈഫ് ഓഫ് എ നെർവസ് സിസ്റ്റം ഈ ഡ്യൂറാ മാറ്റർ എന്ത് ചെയ്യും? ഒന്ന് ബൾജ് ചെയ്യും. അരക്കനോഡ് മാറ്റർ ഒന്ന് ബൾജ് ചെയ്യും ലൈക്ക് ദീസ് ത്രൂ ഔട്ട് ദ ലെങ്ത്. ഇതൊന്നിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും. ആദ്യം ഇങ്ങനെ ഒട്ടിയാൽ നിൽക്കുക. ദെൻ ഒരു നെർവസ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്പിംഗ് ടൈമിൽ ഇതെന്ത് ചെയ്യും? ഇതൊന്നിങ്ങനെ ബൾജ് ചെയ്യും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദീസ്. നൗ യു ക്യാൻ സീ ദ സ്പേസ് ഓവർ ഹിയർ റൈറ്റ്. ഇത് ബൾജ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പേസ് കാണാം. സോ ഈ സ്പേസിനെ പറയുന്ന പേരാണ് സബ് അരക്കനോഡ് സ്പേസ്. അപ്പോൾ ഈ സബ് അരക്കനോഡ് സ്പേസ് എന്തിൻ്റെ ഇടയിലാണ് നോക്കിയാൽ വെച്ചാൽ ഇന്നർ മോസ്റ്റ് ലെയറായ പിയാ മാറ്ററിൻ്റെയും അരക്കനോഡ് മാറ്ററിൻ്റെ ഇടയിലുള്ള സ്പേസ് നമ്മൾ എന്ത് പറയുന്നു? സബ് അരക്കനോഡ് സ്പേസ്. ഗോട്ട് ഇറ്റ്? ഒന്നുകൂടി ഞാൻ പറയാം. നമ്മൾ ഡിസെക്ഷനിലേക്ക് പോകുമ്പോൾ പോസ്റ്റീരിയർലി സ്പൈനൽ കോഡിൽ ലെയേഴ്സ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെയർ നമ്മൾ പറയുന്ന പേരാണ് ഡ്യൂറാ മാറ്റർ. ദിസ് ഈസ് എ ഡ്യൂറാ മാറ്റർ. സോ യു അണ്ടർസ്റ്റുഡ് റൈറ്റ്? ഡ്യൂറാ മാറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അടുത്ത മാറ്ററാണ്. ഇതിനെ പറയുന്ന പേര് ജസ്റ്റ് എ സെക്കൻഡ്, ഐ വിൽ റൈറ്റ് ഇറ്റ് ഓവർ ഹിയർ. ദിസ് ഈസ് അരക്കനോഡ് മാറ്റർ. ഗോട്ട് ഇറ്റ്? സോ ഡ്യൂറാ മാറ്റർ കട്ട് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നതാണ് അരക്കനോഡ് മാറ്റർ. ഇനി അരക്കനോഡ് മാറ്ററിൻ്റെ പ്രത്യേകത പറയാം. ഡ്യൂറിങ് ദ ഡെവലപ്പിംഗ് ടൈം, ലൈഫിൻ്റെ ഡെവലപ്പിംഗ് ടൈമിൽ നെർവസ് സിസ്റ്റത്തിൽ ഇതെന്ത് സംഭവിക്കും? ഇതൊന്ന് ജസ്റ്റ് ബൾജ് ചെയ്യും. ഓക്കെ, ദിസ് വൺ ഇസ് ബൾജ് എഗെയിൻസ്റ്റ് ദ അരക്കനോഡ് മാറ്ററിൻ്റെ എതിരായിട്ടൊന്ന് ജസ്റ്റ് ബൾജ് ചെയ്യും. ഓക്കെ, ദ എൻ്റർ ലെങ്ത് ഓഫ് സ്പൈനൽ കോഡിൽ ഇതൊന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വ്യക്തമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഡ്യൂറാ മാറ്റർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് അരക്കനോഡ് മാറ്ററാണ്. ഈ അരക്കനോഡ് മാറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഡെവലപ്പിംഗ് ടൈമിൽ നമ്മൾ നെർവസ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് ഇതൊന്ന് ബൾജ് ചെയ്യും ലൈക്ക് ദിസ് വിൽ ബൾജ് ഇൻ ദിസ് വേ. സോ ബൾജ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഒരു സ്പേസ് കാണാം. ഈ സ്പേസിന് നമ്മൾ പറയുകയാണ് സബ് അരക്കനോഡ് സ്പേസ്. ബിറ്റ്വീൻ ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് പിയാ മാറ്ററിൻ്റെയും അതുപോലെ തന്നെ അരക്കനോഡ് മാറ്ററിൻ്റെ ഈ സ്പേസ് നമ്മൾ പറയുന്ന പേരാണ് സബ് അരക്കനോഡ് സ്പേസ്. ഈ സബ് അരക്കനോഡ് സ്പേസിലാണ് CSF അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? സബ് അരക്കനോഡ് സ്പേസിലൂടെയാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത്. ഇനി എന്താണ് CSFൻ്റെ ഫംഗ്ഷൻ നോക്കാം. ഇറ്റ് കുഷ്യൻസ് സ്പൈനൽ കോഡ്. നമുക്കറിയാം സ്പൈനൽ കോഡ് വളരെ ഫ്രജലായ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ അതിന് വരുന്ന ഒരു ഷോക്ക്, ആക്സിഡൻസ്, ഇഞ്ചുറീസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ ഈ CSF സഹായിക്കുന്നു. സോ CSFൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് പ്രൊട്ടക്ട് ബോത്ത് ഫിസിക്കലി ആൻഡ് കെമിക്കലി. നെവർ ഫോർഗെറ്റ് ദാറ്റ് വൺ. CSF പ്രൊട്ടക്ട് ദ സ്പൈനൽ കോഡ് ബോത്ത് ഫിസിക്കലി ആൻഡ് കെമിക്കലി. എങ്ങനെയാണ് ഫിസിക്കലി നമ്മൾ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വർക്ക് ആസ് എ കുഷ്യൻ ഫോർ ദ സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിന് നമുക്ക് ഈ ഒരു ബോണി സ്ട്രക്ചേഴ്സിനുള്ളിൽ കിടന്ന് ഇളകുന്ന സമയത്ത് അതിനധികം ഡാമേജ് വരാതെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കുഷ്യൻ പോലെ വർക്ക് ചെയ്യുന്നത് സ്പൈനൽ കോഡിന് വർക്ക് ചെയ്യുന്നതും സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും CSFൻ്റെ ഫിസിക്കൽ ഫംഗ്ഷനാണ്. കെമിക്കൽ ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? CSF പറഞ്ഞ ഒരു ടോപ്പിക്ക് മാത്രം എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? വിശദമായിട്ട് പഠിക്കാം. ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ വരും, പഠിക്കാൻ അത്ര ഈസി ആവാതിരിക്കും. സോ കാരണം CSF ഫ്ലോ ചെയ്യുന്നത് ബ്രെയിനിൽ തേർഡ് വെൻട്രിക്കിൾ, ഫോർത്ത് വെൻട്രിക്കിൾ, ലാറ്ററൽ വെൻട്രിക്കിൾ ഇതിലൂടെയൊക്കെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് CSF എന്ന് പറഞ്ഞ ഒരു ഫ്ലൂയിഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. സോ ഇവിടെയുള്ള ഫിസിക്കൽ ഫംഗ്ഷൻ എന്താണ് CSFൻ്റെ എന്ന് ചോദിച്ചാൽ അത് സ്പൈനൽ കോഡ് കുഷ്യൻ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഗോട്ട് ഇറ്റ്? ഇപ്പോൾ നിങ്ങൾക്ക് ഡ്യൂറാ മാറ്റർ എന്താണെന്നും അരക്കനോഡ് മാറ്റർ എന്താണെന്നും ഈ അരക്കനോഡ് മാറ്ററിൻ്റെയും പിയാ മാറ്ററിൻ്റെ ഇടയിൽ കാണുന്ന സ്പേസായ സബ് അരക്കനോഡ് സ്പേസിനെ കുറിച്ചും അതിലൂടെ ഫ്ലോ ചെയ്യുന്ന CSFനെ കുറിച്ചും മനസ്സിലായിട്ടുണ്ടാവും. നൗ ദ ഇന്നർമോസ്റ്റ് ലെയർ വാട്ട് വി കോൾ ഇറ്റ് ആസ് പിയാ മാറ്റർ. ഓക്കെ, ഈ പിയാ മാറ്ററിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ദിസ് ഇസ് എ പിയാ മാറ്റർ. പിയാ മാറ്ററാണ് ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. സ്പൈനൽ കോഡ് ഇന്നർമോസ്റ്റ് ലെയർ നമ്മൾ പിയാ മാറ്റർ എന്ന് പറയുന്നു. സോ ആ ലെയർ കഴിഞ്ഞ് നമുക്ക് കാണുന്നതാണ് സ്പൈനൽ കോഡ്. നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ആദ്യം 3 ലെയേഴ്സ് നമ്മൾ കഴിഞ്ഞു. ദിസ് ഇസ് എ ഡ്യൂറാ മാറ്റർ, ദിസ് ഇസ് എ അരക്കനോഡ് മാറ്റർ, ദിസ് ഇസ് എ പിയാ മാറ്റർ. ആഫ്റ്റർ ദാറ്റ് ഡിസെക്ടിങ് ഓൾ ദോസ് തിങ്സ് വി ക്യാൻ സീ ദ സ്പൈനൽ കോഡ്. ഗോട്ട് ഇറ്റ്? ഓക്കെ, ഞാനിതൊന്ന് മാറ്റി വെക്കാം. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ 3 ലെയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദിസ് ഇസ് ഫസ്റ്റ് ലെയർ, നൗ ദ സെക്കൻഡ് ലെയർ, നൗ ദ തേർഡ് ലെയർ. 3 ലെയർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം.
ഇനി മൂന്നാമത്തെ മാറ്ററായ പിയാ മാറ്ററിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. എന്താണ് പിയാ മാറ്ററിൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്നർ മോസ്റ്റ് ലെയർ ആണ്, അതല്ലെങ്കിൽ സ്പൈനൽ കോഡിൻ്റെ ഒരു ഔട്ട് ക്ലോത്ത് എന്ന് തന്നെ പറയാം. സ്പൈനൽ കോഡ് കഴിഞ്ഞാൽ തൊട്ടെടുത്ത് കിടക്കുന്ന ഒരു ക്ലോത്ത് ആണ്. സോ ഇറ്റ്സ് എ ഔട്ട് ക്ലോത്ത് ഫോർ ദ സ്പൈനൽ കോഡ്. അതന്നെ നമ്മൾ പിയാ മാറ്റർ എന്ന് പറയുന്നത്. പിയാ മാറ്ററിൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്താ ചോദിച്ചാൽ ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റെബിലൈസ് ദ സ്പൈനൽ കോഡ്. സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന, സ്പൈനൽ കോഡ് നന്നായി സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചറാണ് പിയാ മാറ്റർ എന്ന് പറയുന്നത്. സോ എങ്ങനെയാണ് ഇത് പിയാ മാറ്റർ നമ്മൾ സ്പൈനൽ കോഡ് സ്റ്റെബിലൈസ് ചെയ്യുകയെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ നമ്പർ ഓഫ് ഔട്ട് ഗ്രോത്ത്സ് വരുന്നുണ്ട് പിയാ മാറ്ററിന് മുകളിൽ നിന്ന്. ഒരുപാട് ഔട്ട് ഗ്രോത്ത് വരുന്നുണ്ട്. ഈ ഔട്ട് ഗ്രോത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഡെൻഡിക്കുലേറ്റ് ലിഗമെന്റ്. ലൈക്ക് ദിസ്. ഇപ്പോൾ ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പിയാ മാറ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ നിന്ന് ഒരുപാട് ഡബിൾ ലയേർഡ് റിബൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട്. സോ നിങ്ങൾ കാണുന്നത് ഡബിൾ ലയേർഡ് ആണ്. ക്യാൻ യു സീ ദിസ് വൺ? ദിസ് ഇസ് എ ഡബിൾ ലയേർഡ് റിബൺ ലൈക്ക് സ്ട്രക്ചേഴ്സ്. റിബൺ നമ്മൾ ഇതിനെ ഉപയോഗിക്കുക ടൈ ചെയ്യാൻ, കെട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ സ്പൈനൽ കോഡിനെ അവിടെ സ്റ്റെബിലൈസ് ചെയ്ത് കെട്ടി സ്റ്റെബിലൈസ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്ന റിബൺ ലൈക്ക് ഡബിൾ ലയേർഡ് റിബൺ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഡെൻഡിക്കുലേറ്റ് ലിഗമെന്റ്. നോ ഫോർഗെറ്റ് ദാറ്റ് വൺ, ഇറ്റ്സ് എ ഡെൻഡിക്കുലേറ്റ് ലിഗമെന്റ്. ഓക്കെ. സോ ഒന്നുകൂടി പറയാം. പിയാ മാറ്ററിൻ്റെ മുകളിൽ നിന്നും വരുന്ന ഡബിൾ ലയേർഡ് റിബൺ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ഡെൻഡിക്കുലേറ്റ് ലിഗമെന്റ്. ഇറ്റ് ഹെൽപ്പ് ടു സ്റ്റെബിലൈസ് സ്പൈനൽ കോഡ്. സോ ഇവിടെ സ്പൈനൽ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ. യു ക്യാൻ സീ ഇൻ ദിസ് ഫാഷൻ. ഇവിടെ സ്പൈനൽ കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കറക്റ്റായി ടൈ ചെയ്ത് വെക്കാൻ സഹായിക്കും. റൈറ്റ്. യു ക്യാൻ ഹോൾഡ് ദ സ്പൈനൽ കോഡ് ടൈറ്റ്ലി. Okay, then it moves laterally. അത് laterally മൂവ് ചെയ്യുന്നുണ്ട്. It moves laterally and connect with the dura mater. So ഇത് ഇവിടുന്ന് laterally മൂവ് ചെയ്ത് dura mater ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. Okay, this is the 3 layers. This is the first layer is the dura mater, and the second layer is the arachnoid mater, and third layer is the pia mater. So നമ്മൾ ഈ പറഞ്ഞ ഈ സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള പിയാ മാറ്ററിൽ നിന്ന് വരുന്ന റിബൺ ലൈക്ക് ഡബിൾ ലയേർഡ്, യു ക്യാൻ സീ ദ 1 layer is a 2 layers. So ഡബിൾ ലയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ സ്ട്രക്ചേഴ്സ് സ്പൈനൽ കോഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഇറ്റ്സ് കണക്ട് വിത്ത് ഡ്യൂറാ മാറ്റർ. ഇത് ലാറ്ററലി മൂവ് ചെയ്തിട്ട് ഇതിനുള്ളിലൂടെ മൂവ് ചെയ്തിട്ട് ഈ ഡ്യൂറാ മാറ്ററിനെ കണക്ട് ചെയ്യുന്നുണ്ട്. ഇൻടു ദ എൻറ്റയർ ലെങ്ത് കേട്ടോ. ഇത് കംപ്ലീറ്റ് ലെങ്ത്, സ്പൈനൽ കോഡിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്തിലും ഇത്തരത്തിലുള്ള ഡബിൾ ലയർ, ഞാനിത് മുഴുവനായിട്ട് ഇവിടെ ഒട്ടിച്ചിട്ടില്ല. ഇതിൻ്റെ ഒരു സ്പൈനൽ കോഡിൻ്റെ കംപ്ലീറ്റ് ലെങ്ത്തിന് ഇവിടം വരെ, സോ കംപ്ലീറ്റ് ലെങ്ത്തിന് ടൈ ചെയ്യാൻ ദ റിബൺ ലൈക്ക് ഡബിൾ ലയർഡ് സ്ട്രക്ചേഴ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ഡബിൾ ലയർഡ് റിബൺ ലൈക്ക് സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേരാണ് ഡെൻഡിക്കുലേറ്റ് ലിഗമെന്റ്. ഗോട്ട് ഇറ്റ്? ഇനി മറ്റൊരു സ്ട്രക്ചറിനെ കുറിച്ച് പറയാം. മറ്റൊരു ഔട്ട് ഗ്രോത്ത് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് ഫൈലം ടെർമിനലെ. അതിപ്പോൾ നമുക്ക് ടെർമിനൽ ഏരിയയിൽ, അതായത് സ്പൈനൽ കോഡിൻ്റെ ഏറ്റവും അവസാനപ്പെട്ട ഭാഗം ഉണ്ടാവും, അവസാന ഏരിയയിൽ ടെർമിനൽ സ്റ്റേജ്. അപ്പോൾ സോ ആ ടെർമിനൽ ഏരിയയെ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഔട്ട് ഗ്രോത്തിന് പറയുന്ന പേരാണ് ഫൈലം ടെർമിനലെ. ഗോട്ട് ഇറ്റ്? കൺഫ്യൂഷൻസ് വേണ്ട. അപ്പർ പാർട്ട് മൊത്തം ഡെൻഡിക്കുലേറ്റ് ലിഗമെന്റ് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്തു. ലോവർ പാർട്ട് ഓഫ് സ്പൈനൽ കോഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഔട്ട് ഗ്രോത്തിന് പറയുന്ന പേരാണ് ഫൈലം ടെർമിനലെ. നെവർ ഫോർഗെറ്റ് ദാറ്റ് വൺ. ഓക്കെ, ഫൈലം ടെർമിനലെ. സി എവിടെയാണ് ഫൈലം ടെർമിനലെ കാണുക എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഇൻ ദ ഡിസ്റ്റൽ എൻഡ് ഓഫ് കോണസ് മെഡുലാരിസ്. കോണസ് മെഡുലാരിസിൻ്റെ ഡിസ്റ്റൽ എൻഡിലാണ് ഫൈലം ടെർമിനലെ കാണുന്നത്. ഈ ഫൈലം ടെർമിനലിൻ്റെ ഫംഗ്ഷൻ എന്താ ചോദിച്ചാൽ ഇത് സ്പൈനൽ കോഡിൻ്റെ ടൈൽ എൻഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ടു ദ ബോണി കോസിക്സ്. എവിടെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്ന വെച്ചാൽ ബോണി കോസിക്സ്. ദിസ് ഈസ് ദ കോസിക്സ്, റൈറ്റ്? യു ക്യാൻ സീ ദ കോസിക്സ്. ദിസ് ഈസ് ദ കോസിക്സ്. ഈ കോസിക്സിൻ്റെ മുകളിലേക്ക് നമ്മളെ കോണസ് മെഡുലാറിസിനും സ്പൈനൽ കോഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഓക്കെ, കോസിക്സിൻ്റെ മുകളിലേക്ക് സ്പൈനൽ കോഡിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഔട്ട് ഗ്രോത്തിന് പറയുന്ന പേരാണ് ഫൈലം ടെർമിനലെ. ഓക്കെ, അപ്പർ പോർഷൻസെല്ലാം സ്റ്റെബിലൈസ് ചെയ്യുന്ന പിയാ മാറ്ററിന് ഡബിൾ ലയേർഡ് റിബൺ ലൈക്ക് സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേര് ഡെൻഡിക്കുലേറ്റ് ലിഗമെന്റ് എന്നും, ലോവർ പാർട്ട് ഓഫ് സ്പൈനൽ കോഡിന് ഈ ബോണി കോസിക്സിലേക്ക് സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേരാണ് ഫൈലം ടെർമിനലെ. ഇനി എവിടെയാണ് ഈ ഫൈലം ടെർമിനലെ കാണുന്നത് വെച്ചാൽ ഡിസ്റ്റൽ പാർട്ട് ഓഫ് ദ കോണസ് മെഡുലാരിസ്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് കോണസ് മെഡുലാരിസ് എന്ന് പറയുന്നത്? കോണസ് മെഡുലാരിസ് എന്ന് പറഞ്ഞാൽ ടെയിൽ എൻഡ് ഓഫ് സ്പൈനൽ കോഡ്. സ്പൈനൽ കോഡിൻ്റെ അവിടെ ടെയിൽ എൻഡ്, നിങ്ങൾ കാണുന്ന ടെയിൽ എൻഡ് നമ്മൾ പറയുന്ന പേരാണ് കോണസ് മെഡുലാരിസ്. സോ ടെയിൽ എൻഡ് ഓഫ് ദ സ്പൈനൽ കോഡ്, വാട്ട് വി കോൾ ഇറ്റ് ആസ് കോണസ് മെഡുലാരിസ്. ഗോട്ട് ഇറ്റ്? ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റെബിലൈസ് ചെയ്തും കൂടി നോക്കാം. നമുക്കറിയാം നമ്മുടെ ഐബോൾ നിൽക്കുന്നത് ഓർബിറ്റിനുള്ളിലാണ്, റൈറ്റ്? അല്ല, ഹാർട്ട് ഇവിടെ സോക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ലങ്സ് ഉണ്ട്. നമ്മൾ ഓടുക ചാടുക എല്ലാം ചെയ്യുന്ന സമയത്തൊക്കെ ഇതൊക്കെ വളരെ സ്റ്റേബിളാണ്, ഇതിലൊരു ഇളക്കം പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ കണ്ണൊന്നും സ്റ്റേബിൾ അല്ലെങ്കിൽ നമ്മൾ ചാടുമ്പോൾ കണ്ണും കൂടെ ഇളകുകയാണെങ്കിൽ നമുക്ക് വിഷൻ പ്രോപ്പർ ആവില്ല. സോ എന്ത് സംഭവിക്കുമ്പോഴും ആ ഒരു സ്ട്രക്ചർ ഓരോ സോക്കറ്റിലും കൃത്യമായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് ഒരു അനാട്ടമിക്കൽ ഫംഗ്ഷനാണ്. അത്തരത്തിലുള്ള അനാട്ടമിക്കൽ ഫംഗ്ഷൻ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ഒന്ന് ഡെൻഡിക്കുലേറ്റ് ലിഗമെന്റും ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ ഫൈലം ടെർമിനൽ ഇതെല്ലാം ചേർന്നിട്ടാണ് സ്പൈനൽ കോഡിനും ഈ ഒരു ബോണി സോക്കറ്റിനുള്ളിൽ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കണ്ണിലൊക്കെ ഓർബിറ്റിൽ നമ്മുടെ ഐബോളിൽ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തിരിയുമ്പോൾ ഇളകുന്ന സമയത്ത് കണ്ണിളകില്ല. കണ്ണിളക്കി നമ്മൾ വിഷനൊക്കെ ഡിസ്റ്റർബൻസ്, അപ്പോൾ ഹാർട്ട് നമ്മൾ ചാടുന്നുണ്ട്, ഹാർട്ട് അവിടെ നിന്ന് എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും കൃത്യമായിട്ട് ഓരോരോ ഏരിയയിൽ സോക്കറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അതുപോലെ സ്പൈനൽ കോഡിന് കൃത്യമായി സോക്കറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഈ സ്ട്രക്ചേഴ്സിൻ്റെ എല്ലാം ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പല ആളുകൾക്കും സംശയം തോന്നാറുണ്ട്, എന്താണ് കോണസ് മെഡുലാറിസും അതുപോലെ കോഡ ഇക്കോയിനും തമ്മിൽ വ്യത്യാസം എന്താണ്? സ്പൈനൽ കോഡിൻ്റെ ഡിസ്റ്റിലിൻ്റെ നമ്മൾ പറയുന്ന പേരാണ് കോണസ് മെഡുല. പല ആളുകൾക്കും സംശയം ഉണ്ടാവും, കോണസ് മെഡുലാറിസും കോഡ ഇക്കോയിനും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്ന്. സ്പൈനൽ കോഡിൻ്റെ ടെയിലിൽ നിന്ന് നമ്മൾ പറയുന്ന പേരാണ് കോണസ് മെഡുലാറിസ്. ഓക്കെ, ഈ കോണസ് മെഡുലാറിസിൻ്റെ കൂടെ ലെംബോസാക്രൽ നെർവ്സ് താഴേക്ക് ഇറങ്ങുന്നതിനെ നമ്മൾ പറയാം കോഡ ഇക്കോയിൻ. നെവർ ഫോർഗെറ്റ് ദാറ്റ്. എന്തുകൊണ്ടാണ് ഈ കോഡ ഇക്കോയിൻ എന്ന് വിളിക്കുന്നത് വെച്ചാൽ ഇറ്റ് റിസംബിൾസ് എ ഹോഴ്സ് ടെയിൽ. കുതിരയുടെ വാല് പോലെയാണ് താഴെ ഭാഗം നമുക്ക് കാണുന്നത്. സ്പൈനൽ കോഡിൻ്റെ ഒരു എൻഡ് ഏരിയ നമ്മൾ കുതിരയുടെ വാല് പോലെ കാണുന്നതുകൊണ്ടാണ് അതിനെ കോഡ ഇക്കോയിൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ സ്പൈനൽ കോഡിൻ്റെ ടെയിലിനെ നമ്മൾ വിളിക്കുന്ന പേര് കോണസ് മെഡുലാറിസ് എന്നും കോണസ് മെഡുലാറിസിൻ്റെ കൂടെ ലെംബോസാക്രൽ നെർവ്സ് വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് കോഡ ഇക്കോയിൻ. ഗോട്ട് ഇറ്റ്? സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ നമ്മൾ സ്പൈനൽ കോഡ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് സീ ലൈക്ക് ദിസ്. കെൻ യു സീ ദിസ് വൺ? സോ സ്പൈനൽ കോഡ് ഇത് ബ്രെയിനാണ്. ദെൻ സ്പൈനൽ കോഡ് രണ്ട് എൻലാർജ്മെൻറ്റ്. നിങ്ങൾ എപ്പോഴും ബുക്സിലെല്ലാം നോക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഗൂഗിളെല്ലാം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു അനാട്ടമി കാണുന്ന സമയത്ത് ഇവിടെ ഒരു ബൾജ് കാണാം, താഴെ ഒരു ബൾജ് കാണാം സ്പൈനൽ കോഡ് വരയ്ക്കുമ്പോൾ. അല്ലാതെ ജസ്റ്റ് ഈ ബ്രെയിൻ കഴിഞ്ഞ് ജസ്റ്റ് ഒരൊറ്റ സിലിണ്ടറിക്കൽ ലൈൻ അല്ല, രണ്ട് ബൾജിങ് കാണാം. ഒന്ന് സുപ്പീരിയർ ബൾജിങ് ആണ്, ഒന്ന് ഇൻഫീരിയർ ബൾജിങ് ആണ്. സുപ്പീരിയർ ബൾജിങ് എന്ന് പറയുന്നത് C4 മുതൽ T1 വരെയുള്ള സെല്ലിങ്ങിനെയാണ് ഒരു ചെറിയൊരു ബൾജിങ് കാണും. സോ C4 മുതൽ T1 വരെ കാണുന്ന ചെറിയൊരു ബൾജിങ്ങിന് നമ്മൾ സുപ്പീരിയർ ബൾജിങ് എന്ന് പറയാം, അല്ലെങ്കിൽ സർവൈക്കൽ എൻലാർജ്മെൻറ്റ് എന്ന് പറയാം. രണ്ടാമത്തെ എൻലാർജ്മെൻറ്റ് എന്ന് പറയുന്നത് L2 മുതൽ S3 വരെയാണ്. ഓക്കെ, ഫ്രം ഹിയർ ടു L2 ടു S3. ഇതിന് നമ്മൾ ലംബാർ എൻലാർജ്മെൻറ്റ് എന്ന് പറയും. സോ ഇത് അപ്പർ ലിംബിലേക്ക് കണക്ട് ചെയ്യുന്നത്, ഇവിടെ ലോവർ ലിംബിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ലേറ്റർ ഓൺ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, now we moving into this one over here. നമുക്ക് പ്ലെക്സസ് പഠിക്കുന്ന സമയത്ത് you can see that right. നമ്മൾ പ്ലെക്സസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ വയേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് സെർവൈക്കൽ പ്ലെക്സസ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് സെർവൈക്കൽ പ്ലെക്സസ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് തൊറാസിക് നെർവ്സ് ഫോം ചെയ്യുന്നത്, ലംബാർ പ്ലെക്സസ് എങ്ങനെയാണ്, ദെൻ സാക്രൽ പ്ലെക്സസ്, പെരിനൽ പ്ലെക്സസ്, ക്രൂസിജിയൽ പ്ലെക്സസ്, ഇതെല്ലാം നമുക്ക് ലേറ്റർ ഓൺ ഈ വയേഴ്സ് വെച്ച് നമുക്ക് പഠിക്കാം. സോ അതിന് മുന്നേ നമുക്ക് നോക്കാം, മൊത്തം നമുക്ക് 7 സെർവൈക്കൽ വെർട്ടിബ്ര ഉണ്ട്, പക്ഷേ 8 സെർവൈക്കൽ നെർവ്സ് ഉണ്ട്. നെവർ ഫോർഗെറ്റ് ദാറ്റ് വൺ. 7 സെർവൈക്കൽ വെർട്ടിബ്രയും 8 സെർവൈക്കൽ നെർവ്സ് ഉണ്ട്. ദെൻ 12 തൊറാസിക് വെർട്ടിബ്ര ഉണ്ട്, 12 തൊറാസിക് നെർവ്സ് ഉണ്ട്. 5 ലംബാർ വെർട്ടിബ്ര ഉണ്ട്, 5 ലംബാർ നെർവ്സ് ഉണ്ട്. ദെൻ ഫ്യൂസ്ഡ് ബോണാണ് സാക്രം. സാക്രത്തിൽ L1 S1 to S5 വരെയുള്ള നെർവ്സ് ഉണ്ട്. ദെൻ 4 ബോണുകൾ ചേർന്നിട്ടാണ് കോസിക്സ് എന്ന ഒരു സിംഗിൾ ബോണുകൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, എംബ്രിയോളജിക്കലി ഇവിടെ 4 സെഗ്മെൻറ്റ്സ് ഉണ്ട്. 1, 2, 3 and 4. ഓക്കെ, 1, 2, 3 and 4. ഈ 4 ബോണി ഏരിയ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എംബ്രിയോളജിക്കലി കോസിക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു കൊസീജിയൽ നെർവാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതും കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടി മറക്കാതിരിക്കാൻ 8 സെർവൈക്കൽ നെർവും 7 സെർവൈക്കൽ വെർട്ടിബ്രയാണുള്ളത്. പിന്നെ എല്ലാം അക്കോർഡിംഗ്ലി 12 തൊറാസിക് വെർട്ടിബ്ര, 12 തൊറാസിക് നെർവ്സ്, 5 ലംബാർ വെർട്ടിബ്ര, 5 ലംബാർ നെർവ്സ്. ദെൻ സാക്രം എന്ന ഫ്യൂസ് ബോണിൽ S1 to S5 വരെയുള്ള നെർവ് റൂട്ട് ഉണ്ട്. താഴെ എംബ്രിയോളജിക്കലി 4 ചെറിയ സെഗ്മെൻറ്റ്സ് ഓഫ് ബോൺസ് ചേർന്നിട്ടാണ് കോസിക്സ് ഉണ്ടാകുന്നത്. അവിടെ ഒരു കൊസീജിയൽ നെർവാണുള്ളത്. ഗോട്ട് ഇറ്റ്? നൗ 1-2 ലാൻഡ്മാർക്കിനെ കുറിച്ച് നമുക്ക് പറഞ്ഞുതരാം. സോ ഈ അപ്പർ പാർട്ട് ഓഫ് ദ ഇലിയാക് ക്രസ്റ്റ് ഓർ പെൽവിക് ബോൺ റെസ്പോൺസിബിൾ ഫോർ, ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്, ദ ടോപ്പ് ഓഫ് L4. ഓക്കെ, L4ൻ്റെ സ്പൈനസ് പ്രോസസ്സിന് can see that spinous process of L4, right? Can you see this one? Can you see? So ഈ സ്പൈനസ് പ്രോസസ് L4ന് സ്പൈനസ് പ്രോസസ്സ് ഈ ടോപ്പ് ഓഫ് ഇലിയാക് ക്രസ്റ്റ് അല്ലെങ്കിൽ പെൽവിക് ബോണിന് കറക്റ്റ് ആണ്. ലാൻഡ്മാർക്കാണ് ഞാൻ പറയുന്നത്. സോ അത് ഫോർഗെറ്റ് ചെയ്യരുത്. ഇവിടുന്ന് 2 സ്പൈൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, സോ ദിസ് L4, now this is L3, L2, now this is L1, right? Okay, L1. ഈ L1, L2 മുതൽ സ്റ്റാർട്ടിങ് ഫ്രം L1, L2 ടു ദ S2 എന്ന് പറഞ്ഞാൽ സാക്രൽ ഡിപ്സ് ആണോ. ഇവിടെ നമ്മൾ സാക്രൽ ഡിപ്സ് ഉണ്ടാവുക. കുറച്ചുകൂടി ഈ പിക്ചറിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. സോ ലൈക്ക് ദിസ്, കെൻ യു സീ ദിസ് വൺ? സോ സ്പൈനൽ കോഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പെൽവിക് ബോൺ അല്ലെങ്കിൽ ഇലിയാക് ക്രസ്റ്റിൻ്റെ ടോപ്പ് ലെവൽ എന്ന് പറയുന്നത് L4ൻ്റെ സ്പൈനസ് പ്രോസസ്സിന് പ്രോക്സിമലി അതിന് ഒരു അപ്രോക്സിമേറ്റ്ലി അതിലൂടെയാണ് ഒരു ഇമാജിനറി ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുക. അവിടുന്ന് 2 സ്പൈൻ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ L2 വരെ, അവിടുന്ന് 1 സ്പൈൻ കൂടി മുകളിലേക്ക് L1 ആയി. ഈ L1, L2 വരെയാണ് സ്പൈനൽ കോഡ് വന്ന് എൻഡ് ചെയ്യുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവും. പലപ്പോഴും എവിടെയാണ് സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ L1 L2 ഇൻ്റർവെർട്ടിബിൾ ഡിസ്കിൻ്റെ അടുത്താണ് സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നത്. സോ അപ് ടു ദിസ് ഇവിടെ വരെ നമുക്ക് സ്പൈനൽ കോഡ് പോകും. ഓക്കെ, ദെൻ ഈ കളർ കാണുന്ന ഈ റെഡ് കളർ കാണുന്ന സ്പൈനൽ കോഡാണ്. ചുറ്റും കാണുന്ന ഈ ബ്ലാക്ക് ലെയറിൽ കാണുന്നത് ഡ്യൂറാ മാറ്ററാണ്. അവിടെ മുതൽ L1 L2 മുതൽ താഴെ കാണുന്ന ലാൻഡ്മാർക്കാണ് സാക്രൽ ഡിപ്സ്. ഈ സാക്രൽ ഡിപ്സ് കറസ്പോൺസ് ചെയ്യുന്നത് S2ലേക്കാണ്. സോ S2 വരെയുള്ള ഏരിയയിലാണ് ഡ്യൂറൽ സാക്ക് നമ്മൾ കാണുന്നത്. ഈ ഡ്യൂറൽ സാക്ക് സ്പൈനൽ കോഡ് ഇവിടെ എൻഡ് ചെയ്ത് ബാക്കി ഡ്യൂറ താഴേക്ക് വരുന്നുണ്ട്, ഡ്യൂറാമാറ്റർ താഴേക്ക്, ഡ്യൂറൽ സാക്ക് താഴേക്ക് വരുന്നുണ്ട്. അതിൽ CSFും അതുപോലെ ലംബോസാക്രൽ നെർവ്സും മാത്രം നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്നത് CSFും ലംബോസാക്രൽ നെർവ്സും മാത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. സോ നിങ്ങൾക്കറിയാം ഇനിയിപ്പോൾ എങ്ങനെയാണ്, പലപ്പോഴും നിങ്ങൾ കേൾക്കാറുണ്ടാവും ലംബാർ പങ്ക്ചർ ചെയ്തതിന് ശേഷം CSF കളക്ട് ചെയ്യാറുണ്ട്. ഇപ്പം മെനിഞ്ചൈറ്റിസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഇവിടുന്ന് CSF കുത്തിയെടുത്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഏത് ഏരിയ നിന്നാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഒരു ഏരിയനെ പറഞ്ഞ പേരാണ് ലംബാർ സിസ്റ്റേൺ. നെവർ ഫോർഗെറ്റ്, ആ ഏരിയയ്ക്ക് നമ്മൾ പറഞ്ഞ പേരാണ് ലംബാർ സിസ്റ്റേൺ. ഓക്കെ, ഇപ്പോൾ ലംബാർ സിസ്റ്റേൺ എന്ന് പറയുന്നത് L1 L2 മുതൽ S2 വരെ പോകുന്ന ഏരിയയാണ് നമ്മൾ ലംബാർ സിസ്റ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ L1 L2 വരെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്പൈനൽ കോഡ് വന്ന് എൻഡ് ചെയ്യുന്നത് L1 L2 വരെയാണ്. അവിടെ മുതൽ S2 വരെയുള്ള ഏരിയ നമ്മൾ ലംബാർ സിസ്റ്റേഡ് പറയും. ഈ S2 എന്ന് പറയുന്നത് സാക്രൽ ഡിപ്സിന് കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയും കൂടിയാണ്. അവിടെ നമുക്ക് CSFും അതുപോലെ തന്നെ ലംബോസാക്രൽ നെർവ്സും മാത്രമേ നമുക്ക് കാണാനും പറ്റാം. യു അണ്ടർസ്റ്റാൻഡ്? സോ നിങ്ങൾക്ക് ആ ലാൻഡ്മാർക്കിനെ കുറിച്ച് മനസ്സിലായിരുന്നു. ഇനി പലപ്പോഴും ട്രീറ്റ്മെൻറ്റിലേക്ക് പോകുമ്പോൾ ആസ് ഇൻ കേസ് ഓഫ് സ്പൈനൽ ഫിക്സിങ്, സ്പൈനൽ മൊബിലൈസേഷൻ ഓർ ട്രീറ്റിംഗ് പേഷ്യൻറ്റ് വിത്ത് സ്പൈനൽ കോഡ് ഇഞ്ചുറി, ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ബ്രെയിനിൽ അത്യാവശ്യമാണ്. ഇപ്പോൾ MRI നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കാണാറുണ്ട് ഇൻഡൻറ്റേഷൻ ഓഫ് തീക്കൽ സാക്ക്. വാട്ട് ഡസ് മീൻ ബൈ തീക്കൽ സാക്ക്? ഔട്ടർ മോസ്റ്റ് കവർ ഈസ് കോൾഡ് തീക്കൽ സാക്ക്. അപ്പോൾ തീക്കൽ സാക്ക് എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് മെനിഞ്ചൽ കവറിംഗ് ആണ്. ആ കവറിംഗിലേക്ക് പോകുമ്പോൾ നമുക്ക് 3 സബ് ഡിവിഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 ലെയർ ഉണ്ട് അതിന്. ആദ്യത്തെ ലെയറിന് ഡ്യൂറാ മാറ്റർ എന്നും, രണ്ടാമത്തെ ലെയറിന് എറക്കോണോഡ് മാറ്റർ എന്നും, മൂന്നാമത്തെ ലെയർ എന്ന് പറയുന്നത് തിയാമാറ്റർ എന്നാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു പ്രൊട്ടക്ട് ചെയ്യുന്നത്, സറൗണ്ട് ചെയ്യുന്നതിൻ്റെ ഫംഗ്ഷനാണെന്ന് പറഞ്ഞു. അതിൽ എവിടെയാണ് CSF ഫ്ലോ ചെയ്യുന്നതെന്നും CSFിൻ്റെ ഫിസിക്കൽ കെമിക്കൽ ഫംഗ്ഷൻസിനെ കുറിച്ചും അത് കുഷൻ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും, എവിടെ മുതൽ എവിടെ വരെയാണ് സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്നതെന്നും, താഴേക്കുള്ള ഒരു ലംബാർ സിസ്റ്റേൺ എന്താണെന്നും അതിൽ ഫ്ലൂയിഡ് ഉള്ളതും അത് നെർവ്സ് ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവിടെ നമ്മൾ ലംബാർ പങ്ക്ചർ ചെയ്ത് CSF എല്ലാം കളക്ട് ചെയ്യുന്നത് ആ ഏരിയയിൽ നിന്നാണ്. സോ എന്താണ് കോഡാ ഇക്കോയിന എന്നും എന്താണ് നിങ്ങൾ കോണസ് മെഡുലാരിസ് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. സോ ഈ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് ന്യൂറോ അനാട്ടമി കുറേയും കൂടി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ആ കാര്യങ്ങളിലേക്ക് പോകാം. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. സോ ഓൾ ദി വെരി ബെസ്റ്റ്, സ്റ്റഡി വെൽ.